Hello dear student, welcome back to EduValley 2.0. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിലെ മോഡൽ എക്സാമിന്റെ ഷെഡ്യൂൾ ആവാം, അപ്പം അതുപോലെ തന്നെ ഫൈനൽ എക്സാമും നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു 15 ഡേയ്സ് മിസ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് January 27 നമുക്ക് മോഡൽ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് February 15 അപ്പൊ ഇതിൽ ഒരു 30 ഡേയ്സ് ഒരു 20 ഡേയ്സ് എങ്ങനെയുണ്ട്, പക്ഷെ ഒരു 15 ദിവസത്തെ സ്റ്റഡി പ്ലാൻ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. കൊമേഴ്സ് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. കൊമേഴ്സ് വിഷയങ്ങൾ ബിസിനസ്, എക്കണോമിക്സ്, അക്കൗണ്ടൻസി, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ലാംഗ്വേജസ് ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാം ഉൾപ്പെടുത്തിയിട്ട് ഒരു 15 ദിവസം നിങ്ങളൊന്ന് ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മോഡൽ എക്സാമിനും അതേപോലെ തന്നെ മോഡൽ എക്സാം 21 കഴിഞ്ഞാൽ നമ്മുടെ മാർച്ച് 4 ഒക്കെ ആയിട്ട് നമ്മുടെ മെയിൻ എക്സാം സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ മോഡൽ എക്സാം കഴിഞ്ഞാൽ ഒരു 10 ഡേയ്സ് ഗ്യാപ്പ് തന്നെ നമുക്ക് അതും പഠിക്കാനായിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എങ്ങനെ ഈ ഒരു 15 ദിവസം മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം, നിങ്ങളുടെ കംപ്ലീറ്റ് എഫേർട്ട് എടുത്ത് നന്നായി ടൈം വേണം. ഒരു ദിവസത്തിലെ കുറച്ച് മണിക്കൂറെങ്കിലും നിങ്ങൾ പഠിക്കാൻ മാറ്റി വെച്ച് എങ്ങനെയാണ് 15 ദിവസം കൊണ്ട് നിങ്ങളെ കംപ്ലീറ്റ് സ്റ്റഡീസിന് ഒരു 90% ഓക്കെ ആയിട്ട് എടുക്കാന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. അതിന് മുന്നേ ആയിട്ട് മിസ്സിന് പറയാനുള്ളത്, നമ്മൾ 15 ഡേയ്സ് ക്രാഷ് കോഴ്സ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് സ്റ്റുഡൻസ് അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. അവർക്കൊക്കെ ഇപ്പോൾ ചാപ്റ്റർ വൈസ് എല്ലാം കഴിഞ്ഞു നമ്മുടെ. പക്ഷെ ഇനിയും നിങ്ങൾക്ക് ഓരോ ചാപ്റ്ററിൽ നിന്നും എന്താണ് പഠിക്കേണ്ടത് എന്താണെന്നും അറിയാത്ത കുട്ടികൾ ഉണ്ടാവാം, ഇപ്പോഴും പഠിപ്പ് തുടങ്ങാത്ത കുട്ടികൾ ഉണ്ടാവാം. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോയുടെ ലാസ്റ്റ് അതിന്റെ ഡീറ്റെയിൽസും അതിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. വേണമെന്നുള്ളവർ കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാം. കഴിഞ്ഞ ക്ലാസ്സസ് എല്ലാം നിങ്ങൾക്ക് മുൻകൂട്ടിയിട്ട് നമ്മൾ ഇനിയും പേയ്മെന്റ് നൽകിയാലും അഡ്മിഷൻ എടുത്താലും കഴിഞ്ഞ ക്ലാസ്സുകളും നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഓക്കെ ഡിയർ സ്റ്റുഡൻസ്, അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. എങ്ങനെയാണ് 15 ദിവസം കൊണ്ട് നമുക്ക് കൊമേഴ്സ് വിഷയങ്ങൾ നമ്മുടെ കയ്യിൽ ഒതുക്കാം നോക്കാം. അപ്പൊ കൊമേഴ്സ് സബ്ജക്റ്റ് ഉള്ള കുട്ടികളുടെ മോഡൽ എക്സാമിന്റെ ടൈം ടേബിൾ ആണ് ആദ്യം എഴുതിയിരിക്കുന്നത്. 15-ാം തീയതി ഇതിൽ സ്റ്റാറ്റിസ്റ്റിക്സ്, മാത്സ്, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ഇത് മൂന്നും പല കുട്ടികൾക്കും പലതായിരിക്കും. നമ്മളിപ്പോൾ വീഡിയോ കാണുന്ന കുറച്ച് കുട്ടികൾ കമ്പ്യൂട്ടർ ആകും, കുറച്ച് കുട്ടികൾ മാത്സ് ആവും ഓപ്ഷനിൽ, കുറച്ച് കുട്ടികൾ സ്റ്റാറ്റ് ആവും. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ ഡേറ്റ് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ കരുതുന്ന പോലെ സ്റ്റാറ്റ് ഉള്ള അന്ന് തന്നെയാണ് ബാക്കിയുള്ള സബ്ജക്റ്റും, അങ്ങനെയല്ല. സ്റ്റാറ്റ് എക്സാം 15-ാം തീയതിയാണ്, 16-ാം തീയതി മാത്സ് ആണ്. അന്ന് തന്നെ നമുക്ക് ഇക്കണോമിക്സ് ഉണ്ട്. അപ്പൊ 16-ാം തീയതി നമുക്ക് 2 എക്സാം ആണുള്ളത്. മാത്സ് എടുത്ത കുട്ടികൾക്കും അതുപോലെ എക്കണോമിക്സ് നമുക്ക് ആഫ്റ്റർനൂൺ സെക്ഷനിലും. ദെൻ 19-ാം തീയതി 2 ഡേയ്സ് നമുക്ക് കഴിഞ്ഞ് 19-ാം തീയതി അക്കൗണ്ടൻസിയും സിയും അവിടെയും നമുക്ക് 2 എക്സാം ഉണ്ട്. ഇതേപോലെ ഓപ്ഷൻ സബ്ജക്റ്റുകൾ തന്നെയാണ് അവിടെ. മാത്സും സിയും ഓപ്ഷൻസ് ആണ്. ചില കുട്ടികൾക്ക് അപ്പൊ എന്താ ഉണ്ടാവുള്ളൂ എന്ന്, കുറച്ച് സ്റ്റുഡൻസിന് എക്കണോമിക്സ് മാത്രമേ ഉണ്ടാവുള്ളൂ, മാത്സ് അല്ലാത്തവർക്ക് അക്കൗണ്ടൻസി മാത്രം. ദെൻ 20th ഇംഗ്ലീഷ് ലാംഗ്വേജ് നമുക്ക് 2 എക്സാമും ഒരു ദിവസമാണ്. 21st ബിസിനസ് സ്റ്റഡീസ്. അപ്പോൾ ഒരൊറ്റ 4-5 ദിവസം കൊണ്ട് നമ്മുടെ മോഡൽ എക്സാം കഴിയാണ്. എക്സാം ആണല്ലോ എന്ന് വിചാരിച്ച് പഠിക്കാത്ത കുട്ടികൾ, മോഡലിനെ തീരെ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ അവരെ പറ്റി പറയുകയാണെങ്കിൽ മോഡൽ എക്സാം സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോഡൽ എക്സാം നമുക്ക് എവിടെ എടുക്കാത്ത മാർക്കാണ്. അതൊരു ഫാക്റ്റാണ്. നമ്മൾ ഈ പരീക്ഷയ്ക്ക് എത്ര കഷ്ടപ്പെട്ട് പഠിച്ചാലും ആ മാർക്ക് എവിടെയും വരില്ലല്ലോ എന്ന് ചോദിക്കുന്ന കുട്ടികളോട് പറയാനായിട്ടുള്ളത്, നമ്മൾ ആ കഷ്ടപ്പെട്ട് പഠിക്കുന്നത് ഈ മോഡൽ എക്സാം കണ്ടുകൊണ്ടാവരുത്, നമ്മൾ ഫൈനൽ എക്സാം കണ്ടുകൊണ്ടാണ് എഴുതേണ്ടത്. നിങ്ങൾ 15-ാം തീയതി എഴുതാൻ പോകുന്നത് ഫൈനൽ എക്സാം ആണ് എന്നൊന്ന് ആലോചിച്ച് പഠിച്ചു നോക്കുക. അങ്ങനെ പഠിച്ചാൽ മാത്രമേ മിസ് പറഞ്ഞ ഈ 15 ഡേയ്സ് ചാലഞ്ച് നിങ്ങൾ അതിൽ സക്സസ് ആവുള്ളൂ. അപ്പൊ 15-ാം തീയതി നിങ്ങൾ നേരിടാൻ പോകുന്നത് ഫൈനൽ എക്സാം ആണെന്നുള്ള മനസ്സിൽ പഠിക്കുക. എന്തിനാണെന്നറിയോ, നമ്മൾ ഈ മോഡൽ എക്സാമിന് പഠിക്കുന്ന പകുതിയോളം നമ്മൾ ഫൈനൽ എക്സാമിന് നമുക്ക് വേണ്ട തന്നെയാണ്. അപ്പൊ നിങ്ങൾ മോഡലിനെ വലിയ ലാഗ് ആയിട്ട് വിട്ട് കഴിഞ്ഞാൽ 21st മോഡൽ എക്സാം കഴിഞ്ഞിട്ട് പഠിക്കാം എന്ന് തുടങ്ങുന്നവർക്ക് ഒരു 10 ദിവസമൊക്കെ നമുക്ക് പഠിക്കാൻ കിട്ടുള്ളൂ. എല്ലാ വിഷയത്തിന്റെ ഇടയിലും ഡേയ്സുകൾ ഉണ്ടെന്ന് പറഞ്ഞിരിക്കുന്നവരും ഉണ്ട്. നമ്മൾ ഫൈനൽ എക്സാം അറിയാലോ, ഫൈനൽ എക്സാം നമുക്ക് ഇടയിൽ ദിവസങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന കുട്ടികളും ഉണ്ട്. പക്ഷെ അതൊക്കെ നമ്മൾ വിചാരിക്കുകയാണ് ടൈം ഉണ്ടല്ലോ എന്ന്. പക്ഷെ ഇനിയും ടൈം ഇല്ല. നമുക്ക് ഇനിയും നിങ്ങൾക്ക് ശ്രമിക്കാൻ പറ്റും. ഇനിയും മോഡൽ എക്സാം കഴിയട്ടെ, ക്രിസ്മസ് എക്സാം കഴിയട്ടെ, ഇപ്പോഴാണെങ്കിൽ ഫുൾ ഫെസ്റ്റിവൽസിന്റെ സീസണാണ്. അപ്പൊ അതൊക്കെ കഴിയട്ടെ എന്ന് വിചാരിച്ച് ടൈം കളഞ്ഞാൽ അതേപോലെ പോകും. അപ്പൊ നിങ്ങൾ എല്ലാവരും ഈ ഒരു വീഡിയോ കാണുമ്പോൾ 15-ാം തീയതി ഞങ്ങൾ എഴുതാൻ പോകുന്നത് മോഡൽ എക്സാം ആണെന്ന് ചിന്തിക്കാം. മോഡൽ എക്സാം എന്ന് പറയുന്നത് നമ്മൾ ഫൈനൽ എക്സാമിന്റെ ഒരു ട്രയൽ ആണ്. ക്വസ്റ്റ്യൻ പേപ്പർ പ്രോബബ്ലി നമുക്ക് നല്ല രീതിയിൽ ടഫ് ക്വസ്റ്റ്യൻ പേപ്പർ ആവാനാണ് ചാൻസ് മോഡൽ എക്സാമിന്റെ. കാരണം അതെങ്ങനെയാണ് ആവാറ്, ചില ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നല്ല സിമ്പിൾ ആയിരിക്കും, അപ്പൊ എല്ലാവരും പറയും ഫൈനൽ എക്സാം ടഫ് ആയിരിക്കുന്നു. പക്ഷെ നമ്മൾ എല്ലാം നല്ല രീതിയിൽ പഠിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് മോഡലിന്
ഫൈനലിലും ടഫ് പേപ്പറും അതുപോലെ സിമ്പിൾ പേപ്പറും ഒന്നുമില്ല, എല്ലാം ഓക്കെ ആയിരിക്കും. അപ്പൊ 15 ദിവസം മിസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 28-നാണ്. 28 സൺഡേ ആണ്, ജനുവരി 28 സൺഡേ ആണ്. ഇവിടെ മിസ് ടൈം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്, ടൈം കൊടുത്തിട്ടില്ല. കാരണം ഇതിൽ നമുക്ക് ക്രാഷ് കോഴ്സിന് അറ്റൻഡ് ചെയ്ത സ്റ്റുഡൻസിന്റെ ടൈം ഉണ്ട്. നമ്മൾ മോർണിംഗ് സെക്ഷനും അതുപോലെ ഈവനിങ് സെക്ഷനും ഒക്കെ 1 hour ക്ലാസ് എടുക്കുന്നുണ്ടല്ലോ. അപ്പൊ അത് അവർക്ക് അതിൽ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള സ്റ്റുഡൻസ്, പിന്നെ ട്യൂഷന് പോകുന്ന കുട്ടികൾ ഉണ്ടാവാം, അതുപോലെ തന്നെ സ്കൂളിൽ പ്രാക്ടിക്കൽ എക്സാമിന് പഠിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ടാവാം. അപ്പോൾ ഹോളിഡേയ്സിൽ നിങ്ങൾ ശ്രദ്ധിക്കണം എന്താണെന്ന് വെച്ചാൽ, ഹോളിഡേയ്സിൽ ഒരു 3 ടൈമുകളായിട്ട് 6 മണിക്കൂർ നിങ്ങൾ എടുക്കുക. ഹോളിഡേയ്സിൽ സാറ്റർഡേ സൺഡേസിൽ ഒരു 6 മണിക്കൂർ നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് സെലക്ട് ചെയ്ത് മാറ്റി വെക്കണം. 6 മണിക്കൂറേ പറയണുള്ളൂ കേട്ടോ. അപ്പൊ നിങ്ങൾ വിചാരിക്കും, 6 മണിക്കൂർ എങ്ങനെ കിട്ടാന്ന്. മോർണിംഗ് സെക്ഷനിൽ 6 o'clock എണീറ്റാൽ പോലും അവിടെ 10 മണിക്കുള്ളിൽ നിങ്ങൾക്ക് 2 മണിക്കൂർ അവിടെ സേവ് ചെയ്യാം. ഫുഡ് കഴിച്ചു കഴിഞ്ഞ് ഒരു 4 to 6 വരെ ഏത് സമയവും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അതേപോലെ തന്നെ നൈറ്റ് സെക്ഷൻ 7 to 10 or 11 വരെ എത്ര ടൈമാണ് എടുക്കുന്നത്. അതിലെ ഹോളിഡേയ്സിൽ വെറും 6 hours ആണ് മിസ് നിങ്ങളോട് പറഞ്ഞത്. ഒരു 6 മണിക്കൂർ നിങ്ങൾ ഒരു ദിവസം, എ ഡേ ആണ്, ഒരു ഡേ 6 മണിക്കൂർ. ദെൻ വർക്കിംഗ് ഡേയ്സിൽ നമുക്ക് കുറവായിരിക്കും. സ്കൂളുകളിലൊക്കെ ഇനി കുറെ സ്റ്റഡി ലീവ്സും പ്രാക്ടിക്കലും ലാബും അസൈൻമെന്റ്സ് ഒക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവുക. അപ്പൊ വർക്കിംഗ് ഡേയ്സിൽ ഒരു 4 hours നിങ്ങൾ എടുക്കുക. അത് ഇതുപോലെ നൈറ്റ് അവേഴ്സ് ആവാം, മോർണിംഗ് സെക്ഷനിൽ ഒരു 2 മണിക്കൂർ ആവാം. ഈ ഒരു രീതിയിലാണ് മിസ് കംപ്ലീറ്റ് ഡേയ്സ് ഇതിൽ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ സൺഡേസിലെ മോർണിംഗ്, നൂണ്, നൈറ്റ്, അതായത് 3 സെക്ഷനിലായിട്ട് 2 hours എടുക്കാം. അപ്പൊ മോർണിംഗ് സെക്ഷനിൽ നിങ്ങൾ അന്ന് പഠിക്കേണ്ടത് മൈക്രോ എക്കണോമിക്സിൽ 2nd ചാപ്റ്റർ കൺസ്യൂമർ ബിഹേവിയറിന്റെ ചാപ്റ്റർ ആണ്. അത്യാവശ്യം നമ്മളത് ക്രാഷ് കോഴ്സിലെ സ്റ്റുഡൻസിന് അറിയാം. നമ്മൾ ആ ഒരു പാഠം 2 പാർട്ടിലെടുത്തത്. അപ്പൊ 2 പാർട്ടായിട്ട് പഠിക്കുകയാണെങ്കിൽ നല്ല എളുപ്പമായിരിക്കും. അതിൽ പഠിക്കേണ്ട മെയിൻ ടോപ്പിക്കുകളും PDF നോട്ടൊക്കെ നമ്മൾ അയച്ചു കൊടുത്തിരുന്നു. അതേപോലെ നമ്മൾ യൂട്യൂബ് ക്ലാസ് കണ്ടവർക്ക് അത് കാണാം. എങ്ങനെയായാലും നിങ്ങൾ എന്ത് ചെയ്യുക, അന്ന് പഠിക്കേണ്ടത് 2nd ചാപ്റ്റർ ആണ്. ദെൻ ആഫ്റ്റർനൂൺ, ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു 2 മണിക്കൂർ എടുത്ത് നിങ്ങൾ ഓപ്ഷണൽ സബ്ജക്റ്റ്, അതായത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനോ CA യോ സ്റ്റാറ്റിസ്റ്റിക്സോ പൊളിറ്റിക്കൽ സയൻസോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് അപ്പോൾ ചൂസ് ചെയ്യാം. നൈറ്റ് നിങ്ങൾ അക്കൗണ്ടൻസിയിൽ 1st ചാപ്റ്റർ, ഇതേപോലെ ബേസിക് കൺസെപ്റ്റ് ഓഫ് പാർട്ട്ണർഷിപ്പിലെ ബേസിക് കാര്യങ്ങളും പ്രോബ്ലംസും കംപ്ലീറ്റ് കവർ ചെയ്യണം. നല്ല രീതിയിൽ നമുക്ക് പഠിക്കാൻ എളുപ്പമുള്ള ചാപ്റ്റർ ആണ്. നമ്മൾ എല്ലാം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ദെൻ മൺഡേ, ഇവിടെ മിസ് അറിയാതെ 3 ടൈം എടുത്തിട്ടുണ്ട്, 4 മണിക്കൂർ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് ടൈം ഷെഡ്യൂൾ വെച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ മതിയാവും. അന്നത്തെ ഒരു ദിവസം അന്ന് ഇതേപോലെ തന്നെ ഒരു 4, 5, 6 മണിക്കൂർ നിങ്ങൾ എടുക്കുക. ഈ 6 മണിക്കൂറിൽ എക്കണോമിക്സ് മാക്രോയിൽ 2nd ചാപ്റ്റർ പഠിക്കാം. ഓപ്ഷണൽ സബ്ജക്റ്റുകളിൽ ഏതെങ്കിലും ഒരു ചാപ്റ്റർ, അക്കൗണ്ടൻസിയിൽ 2nd ചാപ്റ്ററിൽ ഹാഫ് പോർഷൻ പഠിച്ചാൽ മതി. അതായത് അതിൽ essay ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ. അതിൽ പകുതി എന്ന് പറയുമ്പോൾ അതിന് തിയറി ക്വസ്റ്റ്യൻസ്, 4 മാർക്ക് 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. അതാണ് അന്ന് പഠിക്കേണ്ടത്. പിന്നെ ഡെയിലി നിങ്ങൾക്കൊന്ന് റിലാക്സ് ആവാനോ വേണ്ടി വേറെ പഠിത്തത്തിൽ തന്നെ നിങ്ങൾ റിലാക്സ് ആവാം. ഏതെങ്കിലും ഒരു ലാംഗ്വേജ് ജസ്റ്റ് ഒന്ന് വായിക്കാം. ഏതെങ്കിലും ഒരു യൂണിറ്റ്, ഇംഗ്ലീഷോ അക്കൗണ്ടൻസി ഇംഗ്ലീഷോ മലയാളമോ ഹിന്ദിയോ ഏതെങ്കിലും എടുത്തിട്ട് ഒരു യൂണിറ്റ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിക്കാം. ഈ അക്കൗണ്ടൻസിയും എക്കണോമിക്സും ബിസിനസ്സും പഠിച്ച് വയ്യാതാവുന്നവർക്കുള്ളതാണത്. ദെൻ ട്യൂസ്ഡേ ഇതേപോലെ ഒരു 6 മണിക്കൂർ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് നൈറ്റ്, ഈ 6 മണിക്കൂർ ഹോളിഡേ എന്ന് പറയുന്നത് നിങ്ങൾക്ക് നൈറ്റ് എടുക്കാം. നൈറ്റ് 4 മണിക്കൂറോളം നിങ്ങൾക്ക് എങ്ങനെയും പോലും 7 to 11 വരെ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് ആ സമയം കിട്ടും. മോർണിംഗ് സെക്ഷനിൽ ഒരു 2 മണിക്കൂർ എടുത്താൽ എങ്ങനെ ഒരു 6-7 മണിക്കൂറൊക്കെ നിങ്ങൾക്ക് ഡെയിലി കിട്ടും. പിന്നെ സ്കൂളിൽ പോയി പഠിക്കുന്ന കുട്ടികൾ എന്ത് ചെയ്യുക, അവിടെ ഇരുന്ന് പഠിക്കുക. ഇതിൽ ഏതെങ്കിലും ചാപ്റ്റേഴ്സ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കാത്ത ചാപ്റ്റേഴ്സിനെ ഇടയിൽ കയറ്റുക. ഓക്കെ, അന്ന് ഇതേപോലെ എക്കണോമിക്സിൽ 3rd ചാപ്റ്റർ ഫുള്ള് പഠിക്കുക മൈക്രോത്തെ. ബിസിനസ് പഠിക്കുന്നത് മാർക്കറ്റിംഗിന്റെ ചാപ്റ്റർ ആണ്. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയ ചാപ്റ്റർ ആണ്. അത്യാവശ്യം ETGs നല്ല വലിയ പാടാണ്. അതാണ് ആദ്യം ബിസിനസ്സിൽ നിങ്ങൾ പഠിക്കേണ്ടത്. അക്കൗണ്ടൻസി നമ്മളവിടെ പകുതി നിർത്തിയിട്ടുണ്ടായിരുന്നു, അത് കംപ്ലീറ്റ് ചെയ്യുക 2nd ചാപ്റ്റർ വിത്ത് essay ഓൾസോ. essay ക്വസ്റ്റ്യൻ ചെയ്യാൻ കിട്ടിയ ആ പാഠം അവിടെ കഴിഞ്ഞു. ഓക്കെ, ദെൻ പിന്നീട് വെനസ്ഡേ ആണ്. വെനസ്ഡേ ഇതേപോലെ 3 സെക്ഷനായി തിരിച്ചിട്ടുണ്ടാവും. സ്കൂളിൽ നിന്ന് പഠിക്കുന്നവർക്ക് അങ്ങനെ പഠിക്കാം. ഇനിയുള്ള സമയം എന്ന് പറയുന്നത് ഏത് സമയവും, രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ടെന്നില്ല, ഏത് സമയം വേണമെങ്കിലും നിങ്ങൾക്ക് ഈ പറഞ്ഞ 6 മണിക്കൂറോ 4 മണിക്കൂറോ നിങ്ങൾ എടുത്തിരിക്കാം. ആ മണിക്കൂറുകളിൽ നിങ്ങൾ ഷെഡ്യൂൾ ചെയ്യേണ്ടതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. മിസ് മോർണിംഗ് അതുപോലെ തന്നെ നൂണ് നൈറ്റ് എന്നൊക്കെ ഇട്ടു എന്നുള്ളൂ. അന്ന് പഠിക്കേണ്ടത് മൈക്രോയിലെ 3rd ചാപ്റ്റർ ഫുള്ളാക്കുക. ബിസിനസ്സിലെ സ്റ്റാഫിംഗ് ആണ് പിന്നീട് പഠിക്കേണ്ടത്. അക്കൗണ്ടൻസിലെ 3rd ചാപ്റ്റർ ഫുള്ള് പഠിക്കണം. കാരണം അവിടെ അധികം പഠിക്കാനില്ല. കുറച്ച് ജേണൽ എൻട്രീസും ഒരു ലോൺ അക്കൗണ്ട് ഒക്കെ അവിടെ പഠിക്കാവുള്ളൂ. ദെൻ തേഴ്സ്ഡേ വരുമ്പോൾ മോർണിംഗും ഈവനിങ്ങും പിന്നീട് മിസ് 2 സബ്ജക്ട്സ് ടൈം ആക്കി. അന്ന് നിങ്ങൾക്ക് ഓപ്ഷണൽ സബ്ജക്റ്റുകളിലെ ഏതെങ്കിലും 2 ചാപ്റ്റേഴ്സ് പഠിക്കാം. അതന്നെ നമുക്ക് ഈവനിങ് കണ്ടിന്യൂ ചെയ്തിട്ട് ഒരു ലാംഗ്വേജ് കൊടുക്കാം.
അപ്പോൾ തേഴ്സ്ഡേ നിങ്ങൾ സ്കൂളിൽ പോയാലും സ്കൂളിൽ വിട്ട് വന്നാലും നിങ്ങൾ 2 വിഷയം നോക്കിയാൽ മതി, ഒരു ലാംഗ്വേജും അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ഓപ്ഷണൽ സബ്ജക്റ്റും. ദെൻ 2-ാം തീയതി ഫ്രൈഡേ ഇതേപോലെ 2 സമയങ്ങളിലായിട്ട് നിങ്ങൾ 4-5 മണിക്കൂറുകൾ കണ്ടെത്തുക. മൈക്രോ എക്കണോമിക്സിലെ ചാപ്റ്റർ 4 പഠിക്കുക, അക്കൗണ്ടൻസിലെ 4th ചാപ്റ്റർ നിങ്ങൾ പഠിച്ച് തുടങ്ങാം. ഓക്കെ, 4th ചാപ്റ്റർ ഈസിയാണ്. അവിടെ 2 തിയറിയും ഒരു ഡിസൊല്യൂഷൻ്റെ ഒരു പോർഷൻ മാത്രമേ നമുക്കവിടെ പഠിക്കാനുള്ളൂ. ദെൻ 3-ാം തീയതി സാറ്റർഡേ ആണ്, നമുക്ക് കൂടുതൽ മണിക്കൂറുകൾ ഹോളിഡേ ആണ്. നമുക്ക് 6 to 8 മണിക്കൂർ വരെ നിങ്ങളോട് പഠിക്കാനായിട്ട് സമയം കണ്ടെത്തണം. ബിസിനസ്സിലെ ഡയറക്റ്റും ചാപ്റ്റർ വളരെ വലിയ ചാപ്റ്ററാണ്. ഒരു ദിവസം മൊത്തം അത് പിടിച്ചിരിക്കരുത്. അന്ന് പകുതി പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ എക്കണോമിക്സിലെ മാക്രോയിൽ 4ാമത്തെ പാഠം പഠിച്ചു തുടങ്ങുക. ദെൻ ഓപ്ഷണൽ സബ്ജക്റ്റിൽ ഏതെങ്കിലും ഒരു പാഠം പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഓരോ ദിവസവും കുറേശ്ശെ എല്ലാ ചാപ്റ്റേഴ്സും എല്ലാ സബ്ജക്റ്റുകളും എടുക്കുമ്പോഴാണ് നമുക്കൊരു മടുപ്പ് തോന്നാതിരിക്കുക. അല്ലാതെ ഒരു ദിവസം ഫുള്ള് ഒരു വിഷയം എടുത്താൽ നമ്മൾ ആ പഠിക്കൂല, മടുക്കും തോന്നും, നമ്മൾ അതങ്ങനെ നീങ്ങും ചെയ്യില്ല. ദെൻ സൺഡേയിലും നമുക്ക് ഇതേപോലെ 6 hours-ഉം 8 hours എടുക്കണം. ഏതെങ്കിലും ഒരു ഓപ്ഷണൽ സബ്ജക്റ്റിൽ ഒരു പാഠം പഠിക്കുക. എക്കണോമിക്സിൽ മാക്രോയിലെ 3rd ചാപ്റ്റർ പഠിക്കുക. AFS കുട്ടികൾ 1st ചാപ്റ്റർ പഠിക്കുക. അക്കൗണ്ടൻസിയിലെ 1st ചാപ്റ്റർ AFS കുട്ടികൾ പഠിക്കുക. അത് നല്ല തിയറിയാണ്, അത്യാവശ്യം നല്ല ടൈം എടുക്കും അത് പഠിക്കാനായിട്ട് കേട്ടോ. ദെൻ നമ്മൾ മൺഡേക്ക് കിടക്കുകയാണ്. സ്കൂളിൽ പോകുന്നവർക്ക് പോവാം, അല്ലാത്തവർ ടൈം നന്നായി എടുക്കുക. ഒരു ദിവസം ഒരു 6 മണിക്കൂർ 8 മണിക്കൂറെങ്കിലും ഇനി നമ്മൾ ദിവസങ്ങൾ പോകും തോറും നിങ്ങൾ ടൈം കൂട്ടുക, പഠിക്കണതിൻ്റെ മണിക്കൂറുകൾ കൂട്ടുക. മൺഡേ നിങ്ങൾ എക്കണോമിക്സിലെ 2 പാഠങ്ങൾ, മൈക്രോയിൽ 1ാം പാഠം മാക്രോയിൽ 1ാം പാഠം, അത് നിങ്ങൾക്കൊരു ½ an hour മതി പഠിക്കാം. മൈക്രോത്തിയും 1st ചാപ്റ്റർ പഠിക്കാൻ ½ an hour മതി. ദെൻ നിങ്ങൾ ഓപ്ഷണൽ സബ്ജക്റ്റിൽ ഏതെങ്കിലും ഒരെണ്ണം പഠിക്കുക. മിസ് ഇതിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ ഓപ്ഷണൽ സബ്ജക്റ്റ് ഇൻക്ലൂഡ് ചെയ്യാൻ കാരണം അത് നമുക്ക് തുടക്കത്തിൽ എക്സാം ഉള്ള സ്റ്റുഡൻസ് ഉണ്ട്, അവർക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ദെൻ ട്യൂസ്ഡേ നിങ്ങൾ പഠിക്കേണ്ടത് ബിസിനസ്സും എക്കണോമിക്സ് ആണ്. ബിസിനസ്സിൽ കൺസ്യൂമർ പ്രൊട്ടക്ഷന്റെ പാഠം പഠിക്കാം. എക്കണോമിക്സിലും ചാപ്റ്റർ 5 മൈക്രോയിലെ ചാപ്റ്റർ 5 പഠിക്കാം. വെൻസ്ഡേ CA സ്റ്റാറ്റി അതുപോലെ പൊളിറ്റിക്സ് മാത്സ് അതിലേതെങ്കിലും ഒരു ചാപ്റ്റർ പഠിക്കുക. ബിസിനസ്സിൽ ഡയറക്റ്റിംഗ് നമ്മൾ അവിടെ അന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഡയറക്റ്റിംഗ് എന്താ പറയുക, ഒരു ഹാഫ് പോർഷനായിട്ട് പഠിച്ചു നിർത്തുക. മുന്നൊരു ഓർഗനൈസിങ് പഠിച്ച പോലെ അതിൻ്റെ ഹാഫ് പോർഷൻ പഠിക്കാം. ദെൻ തേഴ്സ്ഡേ നമ്മൾ എക്കണോമിക്സിലെ മാക്രോയിലത്തെ ചാപ്റ്റർ 5 പഠിക്കുക. ലാംഗ്വേജ് ഏതെങ്കിലും എടുത്ത് വായിക്കുക. കാരണം നമ്മൾ അടുപ്പിച്ചിട്ട് ഇവിടെ ഇപ്പോൾ ലാംഗ്വേജ് നോക്കിയിട്ടില്ല, അപ്പോൾ അടുപ്പിച്ചിട്ട് വരുമ്പോൾ പിന്നെ നിങ്ങൾക്ക് ലാംഗ്വേജ് യൂണിറ്റ് നോക്കാം. ദെൻ 9-ാം തീയതി ആകുമ്പോൾ ബിസിനസ്സിലെ 2ഉം 3ഉം ചാപ്റ്റേഴ്സ് ഒരുമിച്ച് പഠിക്കണം. കാരണം നല്ല എളുപ്പമുള്ള പാടാണ് 2ാം പാഠത്തിലെ പ്രിൻസിപ്പിൾസ്, 3ാം പാഠത്തിലെ എൻവയോൺമെന്റ്. ഇത് രണ്ടും നന്നായി പഠിച്ച കുട്ടികൾ ഉണ്ടാവാം, അവർക്ക് വലിയ കുഴപ്പമില്ല. AFSകാർ 3rd ചാപ്റ്റർ പഠിക്കാം. ഇനി AFSന്റെ സമയത്ത് AFSകാർക്ക് പകരം ഏത് പഠിക്കുക, കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ഉള്ള സ്റ്റുഡൻസ് നിങ്ങളുടെ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സ്പ്രെഡ്ഷീറ്റ്, ലിബറൽ ഓഫീസ് കാൽക്കൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നിങ്ങൾക്ക് സിമ്പിൾ ആണ്. അപ്പൊ AFS എന്ന് പറയുമ്പോൾ AFS 3rd ചാപ്റ്റർ എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ആണ് നിങ്ങളുടെ 3rd ചാപ്റ്റർ എന്ന് പഠിക്കുക. ദെൻ സാറ്റർഡേ നിങ്ങൾ CA സ്റ്റാറ്റിലത്തെ ഏതെങ്കിലും ഒരു ചാപ്റ്റർ പഠിക്കുക. ബിസിനസ്സിൽ ഒരു ചാപ്റ്റർ 1 ഫസ്റ്റ് ചാപ്റ്റർ ആണ് ഇവിടെ പഠിക്കേണ്ടത്. AFSലെ റേഷ്യോസ് എന്ന് പറഞ്ഞ പാഠം പഠിക്കുക. ഒപ്പം തന്നെ കമ്പ്യൂട്ടറൈസ്ഡുകാർ അവരുടെ ചാപ്റ്റർ പഠിക്കാം. ദെൻ 11th ഇതേപോലെ ഓപ്ഷണൽ സബ്ജക്റ്റ് പഠിക്കാം. AFSലെ 2 ചാപ്റ്റേഴ്സ് നിങ്ങളൊന്ന് കവർ ചെയ്യണം. ദെൻ ഇതല്ലാത്ത കുട്ടികൾ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങും അക്കൗണ്ടിങ് റിവിഷൻസും ലാംഗ്വേജസും നോക്കുക. 11-ാം തീയതി ഇതുവരെ 11-ാം തീയതി വരെ നിങ്ങൾ മിസ് പറഞ്ഞ ടൈം ടേബിൾ ഫോളോ ചെയ്താൽ മതി, ഫോളോ ചെയ്യുന്നവർ. അതിനുശേഷം നമുക്ക് 12, 13, 14, 15 15-ാം തീയതി എക്സാം ഉള്ളവരും ഉണ്ട്, ഇല്ലാത്തവരും ഉണ്ട്. ആ ദിവസങ്ങളിലൊക്കെ നിങ്ങൾക്ക് എക്സാം ഏതാ വരുന്നത് ആ ഓർഡറിൽ ഇഷ്ടമുള്ള സബ്ജക്റ്റ് എടുക്കാം. ആ സബ്ജക്റ്റിൽ നിങ്ങൾ ഏത് പാഠം പഠിക്കാത്തത് ആ പാഠം നിങ്ങൾക്ക് ഇരുന്ന് പഠിക്കാം. വേറൊരു കാര്യം, 15 to 21-ാം തീയതി വരെയാണ് നമ്മളെ മോഡൽ എക്സാമിന്റെ വീക്ക്. ഈ എക്സാമിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഈ ഒരു വീക്കും അതുപോലെ എക്സാമിന്റെ തലേദിവസമൊക്കെ നിങ്ങൾ ചാപ്റ്റർ വൈസ് അല്ല പഠിക്കേണ്ടത്. ഇവിടെ നിങ്ങൾ പഠിക്കേണ്ടത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ്. അതായത് മുന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, അതിന്റെ ആൻസേഴ്സ് നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം, യൂട്യൂബിൽ നോക്കാം. ദെൻ നിങ്ങൾ ടീച്ചേഴ്സ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവാം. അങ്ങനെയുള്ള കാര്യങ്ങളാണ് പ്രീവിയസ് ഈ ഒരു വീക്ക് നിങ്ങൾ പഠിക്കേണ്ടത്. ഇനി നമ്മുടെ ഈ സ്റ്റഡി പ്ലാൻ നിങ്ങൾ ഫോളോ ചെയ്തിരുന്നു എങ്കിൽ, അതായത് മിസ് പറഞ്ഞ സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ എക്കണോമിക്സ് ഒരു 10 പാഠം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. അക്കൗണ്ടൻസി പാർട്ട് 1 എല്ലാ ചാപ്റ്റേഴ്സും, AFSകാർ ഒരു 4 പാഠം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. ദെൻ ബിസിനസ് ഒരു 8 ചാപ്റ്റേഴ്സ് നിങ്ങളുടെ ഓൾമോസ്റ്റ് കവർ ചെയ്യും. ലാംഗ്വേജസ് ഒരു 3-4 യൂണിറ്റോളം നിങ്ങൾക്ക് കവർ ചെയ്യാം. ഓപ്ഷണൽ സബ്ജക്റ്റുകൾ 10 യൂണിറ്റ്സ് നിങ്ങൾ കവർ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഇത്രയും നിങ്ങൾ എത്ര ദിവസത്തിനുള്ളിലാണ് കവർ ചെയ്തേ? എബൌട്ട് 10, 13 and 18 ഒരു 23 ഒരു 40 ചാപ്റ്റേഴ്സ് നിങ്ങൾ കവർ ചെയ്തത് വെറും 15 ഡേയ്സിലാണ്.
ആണ്. ഓക്കെ, അത് ഓക്കെ എന്നവർക്ക് അങ്ങനെ ചെയ്യാം. ഇനി നിങ്ങൾക്ക് അറിയില്ല എങ്ങനെയാണ് ചാപ്റ്റർ വൈസ് ആണോ അല്ലെങ്കിൽ എങ്ങനെയാണോ ഒന്നും അറിയില്ലെങ്കിൽ നമ്മളെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടില്ല, അല്ലെങ്കിൽ ഓരോ ചാപ്റ്ററിൽ എത്ര മാർക്ക് ഇമ്പോർട്ടൻ്റ് എന്ന് അറിയില്ല, മീൻസ് ഓരോ ചാപ്റ്ററും ഏതൊക്കെ ടോപ്പിക്കാണെന്ന് അറിയാത്തവർക്ക് നമ്മുടെ ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. നമുക്ക് അതിൽ ക്ലാസ്സുകളെല്ലാം ഓൾമോസ്റ്റ് പകുതിയായി ചാപ്റ്റർ വൈസ് കേട്ടോ. എല്ലാ സബ്ജക്റ്റുകളും ഇപ്പോൾ അക്കൗണ്ടൻസി 4 ചാപ്റ്റേഴ്സ് കഴിഞ്ഞു, ദെൻ എക്കണോമിക്സ് നമ്മൾ 5 ചാപ്റ്റേഴ്സ് മൈക്രോന്നും ഒരു 3 ചാപ്റ്റേഴ്സ് മാക്രോന്നും ഓൾമോസ്റ്റ് കഴിഞ്ഞു. ബിസിനസ് സ്റ്റഡീസ് ഒരു 7 ചാപ്റ്റേഴ്സ് നമ്മുടെ കഴിഞ്ഞു. ഇത് കഴിഞ്ഞു എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നു കഴിഞ്ഞു ഓരോ പാഠത്തിലും എന്താണ് പഠിക്കാനുള്ള അതിന്റെ ഡീറ്റെയിൽസ്, അതിൽ മിസ്സിന്റെ ഇതുപോലെ PDF നോട്ടൊക്കെ നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ഇനി നമ്മളൊരു 1 വീക്കിൽ എല്ലാ ചാപ്റ്റർ ക്ലാസ്സസും നോട്ട്സ് എടുത്തിട്ട് ഫുൾ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതായത് എക്സാമിന് മോഡൽ എക്സാമിന്റെ ടൈമുകളിലും മോഡൽ എക്സാമിന്റെ 5 days മുന്നൊക്കെ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് മാത്രമാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് നമ്മുടെ ക്ലാസ്സിൽ. ദെൻ റെക്കോർഡ് ക്ലാസ് നിങ്ങൾക്ക് കിട്ടും, ഡൗട്ട് ക്ലിയറൻസ് ഉണ്ടാവും, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടാവും, ചാപ്റ്റർ വൈസ് ക്ലാസ്സും ഓരോ ചാപ്റ്റർ വൈസിൽ പഠിക്കുന്ന നോട്ടും മിസ് തരും നിങ്ങൾക്ക്. ദെൻ പ്രീവിയസ് ഇയർ ക്ലാസ്സസ് ഇനി ആർക്കെങ്കിലും ഇനി ജോയിൻ ചെയ്യാൻ പറ്റുന്ന സംശയമുള്ള കുട്ടികൾക്ക് ഇനിയും ജോയിൻ ചെയ്യാം. അവർക്ക് പ്രീവിയസ് ഇയർ ക്ലാസ് പ്രൊവൈഡ് ചെയ്യും. നമ്മൾ ഫീസ് നിങ്ങൾക്ക് അറിയാവുന്നതാണ്, പെർ സബ്ജക്റ്റ് 500 rupees ആണ്. ഇനിയും ആർക്കെങ്കിലും ഇതിന്റെ ഡീറ്റെയിൽസ് അറിയണം, ഇനിയും പഠിച്ചു തുടങ്ങണം, ഞങ്ങൾക്ക് ഒരാൾ പറഞ്ഞു തരാനില്ല, ഒരാൾ കൂടെ വേണം, ഓൺലൈൻ വഴി നിങ്ങൾക്ക് വേണം എന്നുള്ളവർക്ക് എന്ത് ചെയ്യാം, മിസ്സിന്റെ ഈ നമ്പറിലേക്ക് ഒന്ന് ക്രാഷ് കോഴ്സ് ഡീറ്റെയിൽസും ക്ലാസ്സുകളൊക്കെ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും. പെർ സബ്ജക്റ്റ് 500 rupees ആണ്. ആ 500 rupees നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടമാവില്ല. കാരണം ചാപ്റ്റർ വൈസ് ക്ലാസ്സസ്, ചാപ്റ്റർ വൈസ് നോട്ട്സ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ ഡിയർ സ്റ്റുഡൻസ്, അപ്പോൾ നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് സ്റ്റഡി പ്ലാൻ ഓക്കെ ആണെങ്കിൽ ഈ ഒരു സ്റ്റഡി പ്ലാൻ വെച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഡേയ്സ് ആർ ഗോയിങ്, നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനിയും പഠിച്ചു തുടങ്ങിയില്ല എങ്കിൽ നമുക്ക് നല്ല രീതിയിൽ പണി കിട്ടും. സോ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ സ്റ്റഡീസിന് ഓൾ ദി ബെസ്റ്റ്. ഇതിന് ഫെസ്റ്റിവൽ സീസൺ ആണ്. അത്യാവശ്യം ഒരു ദിവസം 6 മണിക്കൂറെങ്കിലും നിങ്ങൾ പഠിപ്പിന് വേണ്ടി മാറ്റി വെക്കുക. ബാക്കി ഇപ്പോൾ ഉറക്കാണെങ്കിലും ഫെസ്റ്റിവൽസ് ആണെങ്കിലും ഒക്കെ ഒന്ന് സമയം കുറയ്ക്കുക. ചെയ്യേണ്ട എന്നല്ല, സമയം കുറച്ച് കഴിഞ്ഞിട്ട് വേണം ഇനിയുള്ള സമയം കണ്ടെത്താനായിട്ട്. ഓക്കെ ഡിയർ സ്റ്റുഡൻസ്, അപ്പം നമ്മുടെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് കാണാത്തവരുണ്ടെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.